അലോൺ. നീ എന്താ അർദ്ധരാത്രിക്ക് ഈ മുറ്റത്ത്? വെറുതെ 2 മാങ്ങ പറിക്കാൻ വന്നതാ. നാളെ മാങ്ങാ പുളിശ്ശേരി അയക്കാൻ ഒരു പൂതി. ഓ എന്റെ ബ്രോ, ഞാൻ ആ ദാസേട്ടൻ വന്നു കയറി കൃത്യസമയത്താ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്. അല്ലെങ്കിൽ കാണായിരുന്നു കഥ. ഇപ്പോ അതാ ഞാനും ആലോചിച്ചത്, ഇത്ര കൃത്യമായിട്ട് കറണ്ട് എങ്ങനെ പോയിട്ട് വന്നേന്ന്. ഇപ്പഴല്ലേ കാര്യം പിടികിട്ടിയത്. നീ അടാ യഥാർത്ഥ കൂടപ്പിറപ്പ്. ഐ ലവ് യു. എന്നാലേ എന്റെ കൂടപ്പിറപ്പ് ഇത്തരം കലാപരിപാടികളൊക്കെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ പുറത്താരെങ്കിലും കാവൽ നിർത്തിയിട്ട് വേണം ഇറങ്ങാൻ. അതിന് ഫീസാഷ് വേറെ വേണം. നീ പോടാ നിന്റെ ഫീസും കാശും കൊണ്ട്. പ്രേമിക്കുന്നവർക്ക് ഫീസില്ല, ഫീലിങ്സേ ഉള്ളൂ. നല്ല അസല് ഫീലിങ്സ്. ഇതൊരു നടക്കി തീരൂല. എന്തായിരുന്നു അവിടെ പരിപാടി? വാടാ ഇങ്ങോട്ട്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി? ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എന്താ സുഖമില്ലേ? ഒന്നുമില്ല, മനസ്സത്ര ശരിയല്ല. ഒരു മൂഡ് ഔട്ട്. മനസ്സ് ശരിയല്ലെന്നോ? എന്തു പറ്റി ആന്റിക്ക്? ആ അടുക്കളക്കാരിയുടെ കഴുത്തി കിടക്കുന്ന പരമ്പരാഗത മാല ഊരി മാറ്റിക്കൊന്നും ഞാൻ അവളെ വെല്ലുവിളിച്ചതാ. പക്ഷേ ഇതുവരെ എനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു അപമാനമുണ്ട്. പിന്നെ ആനന്ദ് ഉൾപ്പെടെ ഓരോ സന്ദർഭത്തിലും എന്നെ തലയ്ക്ക് പിന്നിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുക. ചിലപ്പോ തോന്നും ഇങ്ങനെ തോറ്റു തോറ്റു കിടക്കാതെ വല്ല കായലിലും ചാടി ചത്താലോന്ന്. അയ്യോ ആന്റി ഒന്ന് സമാധാനിക്ക്. എന്നും ശാന്തമായ മനസ്സിൽ നിന്നേ ഉചിതമായ തീരുമാനങ്ങൾ വരികയുള്ളൂ. നമുക്ക് ആലോചിക്കാം. ഞാനും ഉണ്ടല്ലോ ഇപ്പൊ കൂടെ. ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് ആലോചിക്കാം. അപ്പൊ നല്ല എന്തെങ്കിലും ഐഡിയ കിട്ടും. പെട്ടെന്ന് കൊണ്ടുപോവാ കല്യാണി. മാഡം ജ്യൂസ്. മാഡം മാഡം അതുകൂടി ഇങ്ങ് തന്നേക്ക്, ഞാൻ കുടിച്ചോളാം. Excuse me. May I come in? Yes, come in please. സർ, ഒരു നിമിഷം. സർ, ആ ഷൂ ഒന്ന് പുറത്തിടണം. അത് വിട്ടോണ്ട് അകത്ത് കയറാൻ പാടില്ല. What? സർ, അതിവിടെ പൂജ വെച്ചിരിക്കുക. അതുകൊണ്ടാ ഷൂ ഇട്ടോണ്ട് അകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇവിടുത്തെ ആരാണ്? അവളിവിടുത്തെ ആരുമല്ല, വേറെ ഒരു സെർവന്റ്, അടുക്കളക്കാരി. ഓഹോ. നീ ഇതുകൊണ്ട് പുറത്തിട്. ശരി സർ. കല്യാണി, ഗുഡ് മോർണിംഗ് മാഡം. ആ കയ്യിലിരിക്കുന്ന ഷൂ താഴെയിട്. ഇടാൻ.
നിന്നോട് ആര് പറഞ്ഞു ആ ഷൂ എടുക്കാൻ? അത് പൂജ വെച്ചിരിക്കുന്നത് അറിയാതെ സാറ് ഷൂ ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറി. അതുകൊണ്ടാ ഞാനത് പുറത്തിട്ടിട്ട് വരാന്ന് കരുതിയത്. എന്താ കാലിൽ അണിഞ്ഞുകൊണ്ടുവന്ന ഷൂ പുറത്തു കൊണ്ടിടാൻ നിങ്ങൾക്കൊരാളിന്റെ സഹായം വേണോ? തനിയെ കൊണ്ടിട്ടിട്ട് വരാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താ മാഡം ഇത്? മാഡം ഇത്രയ്ക്ക് ടെൻഷനാകാൻ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവളിവിടുത്തെ വേലക്കാരിയല്ലേ? ഇവളോട് ഞാൻ ഷൂ പുറത്തിടാൻ പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ? സ്റ്റോപ്പ് ഇറ്റ്. കല്യാണി വെറും ജോലിക്കാരിയല്ല, അവൾ ഈ വീട്ടിലെ ഒരംഗമാ. തൃച്ചംബരത്തെ ഒരംഗം. ആദ്യം നിങ്ങൾ തന്നെ ഈ ഷൂ എടുത്ത് പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് വരണം. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. മാഡം, ഇത് നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങളോട് കോടികളുടെ ബിസിനസ് ഡീൽ നടത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ എന്റെ വലിപ്പം പോലും അറിയാതെ അപമാനിക്കരുത്. നിങ്ങൾ ഇട്ടുകൊണ്ട് വന്ന ഷൂ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടിടണമെന്ന് പറയുന്നത് അപമാനമാണെങ്കിൽ കല്യാണിയോട് അതെടുത്ത് പുറത്തേക്കിടാൻ പറയുന്നത് ഇൻസൾട്ട് അല്ലേ? ഈ വീട്ടിലെ വേലക്കാരിയോടാണോ മാഡം എന്നെ കമ്പയർ ചെയ്യുന്നത്? എനിക്കും ഇവൾക്കും ഒരേ സ്റ്റാറ്റസ് ആണോ? അരച്ചാൺ വയറിന് ഗതിയില്ലാതെ എച്ചിൽ പാത്രം കഴുകുന്ന ഇവൾക്ക് വേണ്ടി മാന്യനായ എന്നോട് തർക്കിക്കുന്നത് ബോറാണോ? ഇപ്പം ഞാനങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ, കല്യാണി ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരി അല്ലാന്ന്. പിന്നെ സ്റ്റാറ്റസ്, അത് പുറമോടികൾക്ക് സമൂഹം ചാർത്തിത്തരുന്ന വെറുമൊരു പരിവേഷമാവരുത്. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കണം. സ്വയം ജോലി ചെയ്ത് മാന്യത വിടാതെ ജീവിക്കുന്ന ഇവളെ പോലുള്ള പെണ്ണിനെന്നും പത്തരം മാറ്റാം. അതിന് തുല്യം വരില്ല മറ്റൊരു മാന്യതയും. മനസ്സിലായോ? എനിവേ, നിങ്ങളുടെ ബിഹേവിയർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിസിനസ്സിലും നാളെ ഇങ്ങനെ തന്നെയാവും നിങ്ങളുടെ പെരുമാറ്റം. അതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു ബിസിനസ് ഡീൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. യു മേ ഗോ നൗ. മാഡം, ഞാൻ സംസാരിക്കാൻ വന്നത് 10,000-ന്റെയും 20,000-ന്റെയും ബിസിനസ് അല്ല, 150 കോടി രൂപയുടെ ബിസിനസ് ഡീലാണ്. ബെറ്റർ യു മൈൻഡ് ഇറ്റ്. നോ, വൈ ഷുഡ് ഐ? 150 അല്ല, ഇനി 1500 കോടിയുടെ ബിസിനസ് ആണെങ്കിലും ഐ ഡോണ്ട് കെയർ. നൗ യു ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഐ സേ. നിന്റെ കഴുത്തിൽ ഈ അണിഞ്ഞിരിക്കുന്നത് തൃച്ചംബരത്തിന്റെ പരമ്പരാഗത മാലയാണെന്ന് ഊണിലും ഉറക്കത്തിലും ഓർമ്മയുണ്ടാവണം നിനക്ക്. അതിന്റെ അന്തസ്സിന് കോട്ടം വരുന്ന ഒരു പ്രവൃത്തിയും വേണ്ട. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഇത്രയും പേരിവിടെ ഇരുന്നിട്ടും എന്റെ വാക്കു പാലിക്കാൻ വേണ്ടി ഇന്ന് നീ ഉയർത്തിപ്പിടിച്ചത് തൃച്ചംബരത്തിന്റെ ആത്മാഭിമാനമാണ്. I'm proud of you. മോളിച്ചല്ലേ? കഷ്ടം. ഈ പൂജ വയ്പ് നടക്കുമ്പോ തന്നെ കല്യാണി തൃച്ചംബരത്ത് നിന്നും പുറത്താകണം. അതിനെന്താ ഒരു മാർഗം? ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ.
പൂജാമുറി ഒരുക്കാനും പൂജാ സാമഗ്രികൾ വാങ്ങാനും ആ അടുക്കളക്കാരി ഉണ്ടെങ്കിലേ പറ്റൂ അഖിലയ്ക്ക്. നോക്കിക്കോ, എന്ത് തന്ത്രങ്ങൾ ഇറക്കിയാലും ശരി, തൃച്ചംബരത്ത് അഖിലയെ പ്രതികാര ദുർഗയാക്കി കല്യാണിയുടെ ശിരസറുത്ത് മാറ്റിക്കും ഞാൻ. അതിനിപ്പ എന്താ ഒരു മാർഗം? കിട്ടിപ്പോയി. പൂജ നടക്കുമ്പോ കല്യാണി ഉറക്കം തൂങ്ങിയൊന്നും മയങ്ങി വീണാ മതി. പൂജയിൽ ശ്രദ്ധിക്കാതെ മയങ്ങിയിരിക്കുന്ന കല്യാണിയെ കാണുമ്പോ അഖിലയുടെ ഉള്ളിലെ ഭദ്രകാളി പുറത്തു വരും. അതിനാദ്യം വേണ്ടത് അവൾക്ക് കുറെ ഉറക്ക ഗുളിക കലക്കി കൊടുക്കുകയാണ്. പക്ഷേ അതെങ്ങനെയാ? അതല്ലേ ഇപ്പൊ പ്രശ്നം. അത് മതി. കുറച്ച് സ്വീറ്റ്സ്, സ്ലീപ്പിംഗ് പിൽസ്, ഹൽവ. ഉഗ്രനായിരിക്കും. ഇതുവരെ എല്ലാം ഓക്കെ. ഇനി ഇത് കല്യാണിയെ കൊണ്ട് തീറ്റിക്കുന്നതിലാണ് കാര്യം. ആന്റി, പക്ഷേ ഞാൻ കൊടുത്ത ഏതായാലും അവള് കഴിക്കില്ല. അപ്പൊ പിന്നെ ആരെ കൊണ്ട് കൊടുപ്പിക്കും? ആന്റി, ആന്റി. ആ
അപ്പൊ അത് തന്നെ വഴി. ഹോ, എന്റെ ഈശ്വര, നീ എത്ര പെട്ടെന്ന് എനിക്ക് ഓരോ വഴികൾ കാണിച്ചു തരുന്നേ. ആന്റി, എവിടെ പോയി? ഞാൻ എവിടെയൊക്കെ ആന്റി തിരക്കിന്നറിയാവോ? എത്ര വിളി വിളിച്ചു. എന്തിന്? അത് പിന്നെ ഇടയ്ക്ക് ആന്റിയെ കണ്ടില്ലെങ്കിലേ ശ്വാസം മുട്ടും, അതുകൊണ്ടാ. ശരി ശരി, ഇപ്പൊ ശ്വാസം മുട്ട് മാറിയല്ലോ. ഇനി പറ, പൂജാ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഓ അതോ, ആ കാര്യങ്ങളൊക്കെ കല്യാണി ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. കൂടെ സുജാതയും സേവിയറും ഉണ്ട്. ഓ, കല്യാണി ഓടിച്ചാടി നടന്ന് ചെയ്യുന്നോ? അവളുടെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉടനെ ഞാൻ നിർത്തിത്തരാം. ഇത് പിടിക്ക്. എന്താ ആന്റി ഇതില്? ഇതിനകത്ത് കുറച്ച് സ്വീറ്റ്സാ. സ്വീറ്റ്സോ? താങ്ക്സ് ആന്റി, താങ്ക്സ് എ ലോട്ട്. അയ്യോ അയ്യോ, തുറക്കല്ലേ. ഈ സ്വീറ്റ്സ് നിനക്കല്ല, കല്യാണിക്കാ. ആന്റിക്ക് എന്താ വട്ടായോ? കല്യാണിക്ക് എന്തിനാ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്? ഡേ, ചോദ്യമൊന്നും വേണ്ട. നീ ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താ മതി. ഇതവിടെ പൂജയ്ക്ക് ഒരുക്കങ്ങൾ നടത്തുന്ന കല്യാണിയുടെ കയ്യിൽ കൊടുത്തിട്ട് കഴിക്കാൻ പറയണം. ദേ, നീ എപ്പോഴും ഒരു കാര്യം മാത്രം ആലോചിച്ചാ മതി. ഈ വിലാസിനി ഒരു കാര്യവും ഇല്ലാതെ ഒന്നും ചെയ്യാറില്ല. നീ ആദ്യം ഇത് അവൾക്ക് കൊടുത്തിട്ട് കഴിക്കാൻ പറ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. ശരി ആന്റി. പിന്നൊരു പ്രധാന കാര്യം, ഇത് നീ ഒരിക്കലും തുറന്നു നോക്കാൻ പാടില്ല. നിനക്ക് എത്ര സ്വീറ്റ്സ് വേണമെങ്കിലും ഞാൻ വേറെ വാങ്ങിച്ചു തരും. ആണോ? വാങ്ങിച്ചു തരുമല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. അതെ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇത് മുഴുവൻ കല്യാണി കഴിച്ചാൽ ഞാൻ നിനക്ക് വേറെ എത്ര സ്വീറ്റ്സ് വേണമെങ്കിലും വാങ്ങിച്ചു തരും. അതിനു വേണ്ടി ഇത് നീ നിന്റെ കൈകൊണ്ട് തന്നെ കല്യാണിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയണം. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ഇത് കല്യാണി കഴിച്ചാ മതിയല്ലോ ആന്റിക്ക്. അത് ഞാൻ ഏറ്റു. നല്ല കാര്യം. എന്നാ ശരി, നീ പോയിട്ട് വാ. ചെല്ലേ പോ. ദൈവമേ, എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. കല്യാണി നിക്ക്. എന്താ മാഡം? എന്താ കല്യാണി ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ടെന്ന്? നമ്മള് ഫ്രണ്ട്സ് അല്ലേ ഇപ്പോ? ദേ, ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന സ്വീറ്റ്സാ, നീ വാങ്ങിച്ചോ. സ്വീറ്റ്സോ? എന്തിനാ മാഡം ഇതൊക്കെ? ഇതാ എനിക്ക് വിഷമം വരുന്നത്. നമ്മൾ ഒന്നുമില്ലെങ്കിലും ഒരു റൂമിൽ കിടന്ന് ഉറങ്ങിയവരല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ? നീ ഇങ്ങനെ പൂജാ കാര്യങ്ങളിലൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. നിനക്ക് വേണ്ടെങ്കി വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. കൊള്ളാം. അതിനു മുമ്പ് പിണങ്ങിയോ? ഇങ്ങെടുക്ക്. എനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ, ഞാൻ കഴിച്ചോളാം. സുജാത, ആഹാ, സംഭവം പൊളിയായിട്ട് വരുന്നുണ്ടല്ലോ. അല്ല, ഇതിന്റെ പ്രധാന ആർക്കിടെക്ട് കല്യാണിയുടെ? കല്യാണി അപ്പുറത്തുണ്ട് സാർ, ഇപ്പൊ വരും.
അപ്പ്. മാഡം ആ? ആ. കല്യാണിയെ ഞാൻ എവിടെയൊക്കെ തിരക്കി. എവിടെ പോയതാ? എണ്ണ എടുക്കാൻ. ആ? അല്ല, ഞാൻ കുറച്ച് സ്വീറ്റ്സ് അലുവ തന്നില്ലേ, നീ എന്ത് ചെയ്തു? കഴിച്ചു. നന്നായിരുന്നു അത്. സത്യമായിട്ടും കഴിച്ചല്ലോ. വെറുതെ കള്ളം പറയരുത്. ഞാൻ എന്തിനാ കള്ളം പറയണേ? ഇഷ്ടത്തോട് തന്നല്ലേ, ഞാൻ കഴിച്ചു, അത്ര തന്നെ. താങ്ക്സ്. അപ്പൊ കാണാം. കല്യാണി ചെല്ല്. ചെല്ലേട്ടാ. ആ. എന്തായി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ? എല്ലാം റെഡിയായി മാഡം. ആ, പെട്ടെന്നാവട്ടെ, ഇപ്പൊ ചേച്ചി എത്തും. കല്യാണി, ഇനി ദീപം തെളിച്ചാലോ? തെളിയിക്കാനോ കുഞ്ഞെ? ബ്രോ, ഇവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ അവിടെ പോയിട്ട് എന്തെങ്കിലും സഹായിക്കേ. ചെല്ല്.